നിങ്ങളിൽ പലരും ഹോട്ടൽ ഫുഡോ അല്ലെങ്കിൽ ഹോസ്റ്റൽ ഫുഡോ ഒക്കെ പതിവായിട്ട് കഴിക്കുന്നവരുണ്ടാകും. അപ്പോൾ നിങ്ങളിൽ കണ്ടുവരുന്ന അല്ലെങ്കിൽ ഇന്ന് ഒരുപാട് പേർക്ക് കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് മൗത്ത് അൾസർ അഥവാ വായ്പുണ്ണ് എന്ന് പറയുന്നത്. ശരിക്കും എന്താണ് ഈ വായ്പുണ്ണ് ഉണ്ടാകുന്നതിനുള്ള കാരണം? എന്തിനെയാണ് മൗത്ത് അൾസർ പ്രതിനിധീകരിക്കുന്നത്? മൗത്ത് അൾസർ എന്ന് പറയുന്നത് നമ്മുടെ ഇൻഡൈജഷനെ, അതായത് നമ്മുടെ ദഹനക്കേടിനെ കാണിക്കുന്ന ഒരു പ്രതീകം കൂടെയാണ്. കാരണം നമ്മുടെ ശരീരത്തിൽ ഹീറ്റ് എനർജി അഥവാ പിത്തം കൂടിക്കഴിയുമ്പോഴാണ് ഇതുപോലുള്ള ലക്ഷണങ്ങൾ, അതുപോലെ നെഞ്ചരിച്ചിൽ, ദഹനക്കേടിന്റെ ഭാഗമായിട്ട് തന്നെ ഈ പറഞ്ഞ പോലെ നെഞ്ചരിച്ചിലൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ലക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന്റെ ഒരു എക്സ്റ്റേണൽ മാനിഫെസ്റ്റേഷൻ ആയിട്ടാണ്, ഒരു സിംറ്റം ആയിട്ടാണ് ഈ പറഞ്ഞ മൗത്ത് അൾസർ ഉണ്ടാകുന്നത്, വായ്പുണ്ണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം സ്പൈസി ആയിട്ടുള്ള ഫുഡ് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ നമുക്ക് എന്താണ്, ഹീലിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ ശീതഗുണമുള്ള, ശീതവീര്യമുള്ള, ഉദാഹരണത്തിന് നന്നാറി അല്ലെങ്കിൽ നറുനേണ്ടി, രാമച്ചം, കൊത്തമല്ലി ഒക്കെ ഇട്ട വെള്ളം കുടിക്കുന്നതും അതിൻ്റെ വേറെ പ്രിപ്പറേഷൻസ് ഒക്കെ ഇന്ന് ആയുർവേദത്തിൽ അവൈലബിൾ ആണ്. അവയൊക്കെ കഴിക്കുന്നതും ഒക്കെ നല്ലതാണ്. പിന്നെ നമ്മളെന്താണ്, നമ്മുടെ ഭക്ഷണത്തിൽ കുറച്ചൊരു വെള്ളത്തിൻ്റെ കണ്ടന്റ് കൂടുതലുള്ള, ഇപ്പോൾ ഉദാഹരണത്തിന് സാലഡ് വെള്ളരി, കുമ്പളങ്ങ, ഇതൊക്കെ എന്താണ്, ശീതവീര്യവുമാണ്, ഒരു ഹീലിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്നതുമാണ്. ഇവയെല്ലാം നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നതും നല്ലതാണ്. പിന്നെ ഇതിന് പറ്റുന്ന ഒരു ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, വീട്ടിൽ തന്നെ ഇത് ചെയ്യാൻ പറ്റുന്നത്, ത്രിഫലാചൂർണം ഉണ്ടെങ്കിൽ ത്രിഫലാചൂർണം ഇട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ട് ഗാർഗിൾ ചെയ്യുന്നത് നല്ലതാണ്. വായ്പുണ്ണ് പോകാൻ നല്ലതാണ്. ഹീലിംഗ് കപ്പാസിറ്റി ഉണ്ട് ഈ പറയുന്ന ത്രിഫലാചൂർണത്തിന്. അതുകൊണ്ടാണ് ത്രിദോഷ ശാമകം ആയിട്ടാണ് ആയുർവേദത്തിൽ ത്രിഫലയെ പറയുന്നത്. പിന്നെ ഇനി അഥവാ ത്രിഫല നമുക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് മഞ്ഞളും ഉപ്പും ഇട്ടുള്ള വെള്ളം കൊണ്ട് ഗാർഗിൾ ചെയ്യുന്നത്. ചെറു ചൂടുള്ള വെള്ളമാണ് ഏറ്റവും നല്ലത്. വായ്പുണ്ണിൽ നിന്ന് തുടങ്ങുന്ന ഒരു രോഗാവസ്ഥ പിന്നീട് നമ്മുടെ ശരീരത്തിലെ ആന്തരിക അവയവങ്ങളിലുള്ള അൾസറേഷനിലേക്കും ഒക്കെ പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും ആദ്യം തന്നെ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്ന പോലെ ഇന്ന് ആയുർവേദത്തിൽ ഈ ഒരു അവസ്ഥ ഇത് കുറയ്ക്കാനായിട്ട് ഫലപ്രദമായിട്ടുള്ള എക്സ്റ്റേണൽ ആയിട്ടുള്ള ലേപനങ്ങളും അതുപോലെ തന്നെ ഇന്റേണൽ ആയിട്ട് ഹീലിങ്ങിന് വേണ്ടി കഴിക്കാൻ പറ്റുന്ന ഔഷധങ്ങളും ഒക്കെ ലഭ്യമാണ്.